ഹലോ, പാറൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സിലോപ്പി ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 സിലോപ്പീനെ എടുത്ത് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ സിലോപ്പീനെല്ലാം നല്ല വൃത്തിയായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട്, നമ്മൾ വാരനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തുള്ളി മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ കറിവേപ്പില ഇട്ടു. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു സ്വല്പം വിനാഗിരിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മീൻ ഉറച്ചിട്ട് ആ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എല്ലാ സിലോപ്പിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാ മസാലയും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ സിലോപ്പി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല എല്ലാതിൻ്റെ ഉള്ളിലോട്ടും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്ക് അത് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ ദേ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം അത് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാകാനായിട്ട് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ അതിലോട്ട് ഒരു പീസ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് എല്ലാ മീനും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ മീനും നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിടണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് മറിച്ചിടാം. പതുക്കെ വേണം അത് മറിച്ചിടാനായിട്ട്, കാരണം അത് പൊടിഞ്ഞു പോകരുത്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മളത് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ.
അപ്പോൾ നമ്മുടെ സിലോപ്പി നന്നായിട്ട് മൂത്തിട്ടുണ്ട് 2 ദിവസവും. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇച്ചിരി നാരങ്ങ നീരൊക്കെ അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് നമുക്കൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. നമ്മുടെ പടുതാക്കുളത്തിൽ കിടന്ന് വളർന്ന മീനായതുകൊണ്ട് വേസ്റ്റൊന്നും തിന്നാത്ത മീനായതുകൊണ്ട് ഞാൻ തിന്ന് നോക്കുവാണ്. എനിക്കറിയില്ല, നേരത്തെ കഴിച്ച സിലോപ്പിയൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ സിലോപ്പി അല്ലാത്ത സിലോപ്പിക്ക് വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കൊച്ചിൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കഴിച്ചു. അടിപൊളിയായിരുന്നു, സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ പ്ലേറ്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മലയിലയും കുറച്ച് സവോളയൊക്കെ ആയിട്ട് കഴിച്ച് നോക്കി. അതും സൂപ്പറായിരുന്നു. ഞാൻ ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയാണ് മലയിലയൊക്കെ എടുത്ത് വെച്ചത്. പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയുടെ സ്പെഷ്യൽ കപ്പയും നമ്മുടെ മത്തി വെളിച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ സിലോപ്പി ഫ്രൈ, ഈ പടുതാക്കുളത്തിലെ സിലോപ്പി ഫ്രൈ പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.